നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പിന്നെ നമ്മൾ മാതൃഭൂമി GK കറണ്ട് അഫയേഴ്സ് കൊണ്ടുവന്നു. അതിന്റെ സീരീസ് ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടുള്ള എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റും ഡിസാസ്റ്ററും നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്തിയായിരിക്കും പ്ലേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി ഡിസാസ്റ്ററിനെ പറ്റി പഠിക്കാനാണെങ്കിലും എൻവയോൺമെന്റിനെ പറ്റി പിന്നീട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനാണെങ്കിലും നമ്മുടെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എന്താണ് പഠിക്കുന്നത്? വടക്കൻ കങ്കാരു ഓന്തിനെ ഇടുക്കിയിൽ കണ്ടെത്തി. എൻവയോൺമെന്റ് അല്ലേ, നമ്മുടെ വെസ്റ്റേൺ ഗാർഡൊക്കെ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഉൾപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം എവിടെയാണ്? നമ്മുടെ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ വടക്കൻ കങ്കാരു ഓന്തിനെയാണ് കണ്ടെത്തിയത്. വടക്കൻ കങ്കാരു ഓന്ത്. ഓക്കെ, എവിടെ കണ്ടെത്തി? ഇടുക്കിയിൽ കണ്ടെത്തി. എന്താണ്? നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ കണ്ണിൽ പെടാതിരുന്ന വടക്കൻ കങ്കാരു ഓന്തിനെ ഇടുക്കിയിലെ കുളമാവിൽ കണ്ടെത്തി. അപ്പൊ എവിടെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എവിടെയാണ്? കുളമാവ്. ഇടുക്കിയിലെ കുളമാവിലാണ് ഈ പറയുന്ന ഒരു വിഭാഗത്തെ കണ്ടെത്തിയത്. ഇതിന്റെ നീളം പറയുന്നുണ്ട് 5.5 മുതൽ 8 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ നീളം. അപ്പൊ 5.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെന്റിമീറ്ററിലാണ് പറയുന്നത്. അപ്പൊ അത്രയും ചെറുതാണ്. 5.5 തൊട്ട് 8 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ സൈസാണ്. ആ കുഞ്ഞൻ ഓന്തിന്റെ ശാസ്ത്രീയ നാമം പറയുന്നുണ്ട്. എന്താണ്? അഗസ്ത്യഗാമ എഡ്ജ്. എന്താണ്? അഗസ്ത്യഗാമ എഡ്ജ് എന്നാണ് ഇതിട്ടിരിക്കുന്ന ശാസ്ത്രീയ നാമം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പത്ര കട്ടിങ്സിൽ പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഇന്ന് പറയുന്നത് ജനുവരി 1 തൊട്ട് 10 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 1 തൊട്ട് 10 വരെ എന്തൊക്കെ കാര്യങ്ങൾ എൻവയോൺമെന്റിൽ ഉൾപ്പെട്ട് പഠിക്കാനായിട്ട് പത്രത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് 10 ദിവസം എടുത്ത് ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ച് പോവാം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? വടക്കൻ കങ്കാരു ഓന്ത് എവിടെയാണ് കണ്ടെത്തിയത്? എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് കണ്ടെത്തിയത്. ഇടുക്കിയിൽ എവിടെയാണ്? കുളമാവിൽ. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താ പറഞ്ഞത്? അഗസ്ത്യഗാമ എഡ്ജ്. എന്താണ്? അഗസ്ത്യഗാമ എഡ്ജ്. കിട്ടിയില്ലേ? അടുത്തത്, ഈ കങ്കാരുക്കളെ പോലെ എന്താണ് പിൻകാലുകളിൽ നിവർന്ന് നിന്ന് എന്താണ് നടക്കാനും ഓടാനും ഒക്കെ ആർക്ക് പറ്റും? ഈ പറയുന്ന ഓന്തിന് പറ്റും. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? കങ്കാരു ഓന്ത് എന്ന് പേര് വന്നത്. അപ്പൊ എന്താണ്? കങ്കാരുക്കളെ പോലെ പിൻകാലുകളിൽ നിവർന്ന് നിൽക്കാനും ഓടാനും ഒക്കെ പറ്റുന്നത് കൊണ്ടാണ് കങ്കാരു ഓന്ത് എന്ന് പേര് ഈ പറയുന്ന ജീവി വിഭാഗത്തിന് കൊടുത്തത്. പക്ഷെ എന്താണ്? മറ്റ് ഓന്തുകളെ പോലെ ഇത് മരം കയറില്ല. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിച്ചതെന്ന് വെച്ചാൽ 2014-15 കാലഘട്ടത്തിൽ നമ്മുടെ മഹാബലി തവളയൊക്കെ കണ്ടെത്തിയായിരുന്നു അല്ലേ? നമ്മൾ പത്രവാർത്തയിലൊക്കെ പഠിച്ചായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ് മഹാബലി തവളയെ പറ്റി. അപ്പൊ 2014-15 മഹാബലി തവളകളുടെ വാൽമാക്രികളെ കണ്ടെത്താനായിട്ട് ഒരു അന്വേഷണം നടത്തിയായിരുന്നു. അപ്പൊ ആ പോയ വഴിക്കാണ് ആരെ കണ്ടെത്തിയത്? ഈ പറയുന്ന കങ്കാരു ഓന്തിനെ കണ്ടെത്തിയത്. എവിടെയാണ്? അവിടെ കുളമാവിലെ ബസ് സ്റ്റാൻഡിലാണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ന്യൂസ് എന്താണ്? നമ്മുടെ വെള്ളിവരേനെ പറ്റിയാണ്. വെള്ളിവരേൻ എന്താണ്? വെള്ളിവരേൻ എന്ന് പറഞ്ഞാൽ ഏത് ജീവി വിഭാഗമാണ്? PSCക്ക് ചോദിക്കാം. ഏതാണ്? ചിത്രശലഭമാണ്. അടുത്തിടെ എന്താണ്? വെസ്റ്റേൺ ഗാട്ട്സിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭത്തിന്റെ വിഭാഗം ഏതാണ്? വെള്ളിവരേൻ. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, അടുത്തിടെ വെസ്റ്റേൺ ഗാട്ടിൽ നിന്ന് കണ്ടെത്തിയ വെള്ളിവരയൻ ഏത് ജീവി വിഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചിത്രശലഭമാണ്. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. ഓക്കെ, അടുത്ത പെരിയാർ മേഘമല മലനിരകളിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയത്. എവിടെയാണ്? പെരിയാർ മേഘമല മലനിരകളിൽ നിന്ന്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഇതിന്റെ പേര് വരും എങ്ങനെയാണ്? മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ. അപ്പൊ ഇതിന്റെ പേരെങ്ങനെയാണ് വരുന്നത്? മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? മേഘമല വെള്ളിവരയൻ എന്നും ഇതിനെ വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? ഈ പറയുന്ന വെള്ളിവരയൻ സിഗറൈറ്റിസ് വിഭാഗത്തിലാണ് വരുന്നത്. വെള്ളിവരയൻ വിഭാഗം അല്ലെങ്കിൽ സിഗറൈറ്റിസ് വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രവർത്തകർക്ക് പുതിയൊരു ജീവി വിഭാഗത്തെ കിട്ടി. അതിന്റെ പേരെന്താണ്? വെള്ളിവരയൻ. എന്താണ്? വെള്ളിവരയൻ. വെള്ളിവരയൻ ഏത് ജീവി വിഭാഗമാണ്?
ചിത്രശലഭമാണ്. ഏതാണ്? ചിത്രശലഭമാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം എന്തായിട്ട് വരും? മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ. എന്താണ്? മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ എന്നാണിത് അറിയപ്പെടുന്ന പേരാണ്. ഓക്കെ, അപ്പൊ എന്താണ് മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ? ഇതിന്റെ മലയാളം എന്താണ്? മേഘമല വെള്ളിവരയൻ. മേഘമലൈ വെള്ളിവരയൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വെള്ളിവരയൻ ഏത് വിഭാഗമാണ്? വെള്ളിവരയൻ വിഭാഗം അല്ലെങ്കിൽ സിഗറൈറ്റിസ് വിഭാഗം. ഈ പറയുന്ന ചിത്രശലഭം ഏത് വിഭാഗമാണ്? വെള്ളിവരയൻ വിഭാഗം അല്ലെങ്കിൽ സിഗറൈറ്റിസ് വിഭാഗം. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് കൂനോയിൽ വീണ്ടും ചീറ്റ പിറന്നു. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ന്യൂസ് ആയിരുന്നു. നമ്മുടെ കൂനോ നാഷണൽ പാർക്കിനകത്ത് എന്താണ് നമീബിയയിൽ നിന്ന് ചീറ്റപ്പുലി വന്ന കാര്യമൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇപ്പം നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്നത്. എന്താണ്? കൂനോ ദേശീയ ഉദ്യാനത്തിൽ വീണ്ടും ചീറ്റ കുഞ്ഞുങ്ങൾ പിറന്നു. അപ്പം നമീബിയയിൽ നിന്ന് കൊണ്ടുവന്ന ആ ആശ എന്ന് പറയുന്ന എന്താണ് ചീറ്റപ്പുലിക്കാണ് ഈ കുഞ്ഞ് പിറന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ കൂനോ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാം. എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അത് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ കൂനോ ദേശീയ ഉദ്യാനം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കൂനോ ദേശീയ ഉദ്യാനത്തിൽ എന്താണ് ചീറ്റ പിറന്നു. ആരാണ് അമ്മ? ആശ. നമീബിയൻ ചീറ്റയായിട്ടുള്ള ആശയാണ് അമ്മയായിട്ട് വരുന്നത്. ജസ്റ്റ് അതൊന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് മാത്രം ഒന്ന് നോക്കി വെച്ചുതരാം. നാഷണൽ പാർക്കിന്റെ ഭാഗത്തു നിന്ന് ഈ ചോദ്യം വരാം. ഓക്കെ, അടുത്ത ന്യൂസ് എന്താണ്? പശ്ചിമഘട്ടത്തിലെ പെരിയാർ കടുവ സങ്കേതത്തിൽ മാത്രം കാണപ്പെടുന്നതും വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ബ്രാഹ്മണഖണ്ഡ മത്സ്യത്തിന്റെ ജനിതക രൂപം കണ്ടെത്തി എന്ന് പറയുന്നതാണ് അടുത്ത നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ബ്രാഹ്മണഖണ്ഡ മത്സ്യം? ബ്രാഹ്മണഖണ്ഡ മത്സ്യം എന്താണ്? ബ്രാഹ്മണഖണ്ഡയുടെ മറ്റൊരു പേരാണ് ലെപ്പിഡോ പൈഗോപ്സിസ് ടൈപ്പസ്. എന്താണ്? ലെപ്പിഡോ പൈഗോപ്സിസ് ടൈപ്പസ്. അപ്പൊ ഇത് എന്താണ് സംഭവം? ബ്രാഹ്മണഖണ്ഡ അല്ലെങ്കിൽ ലെപ്പിഡോ പൈഗോപ്സിസ് ടൈപ്പസ് ഏത് ജീവി വിഭാഗമാണെന്ന് PSCക്ക് ചോദിച്ച എന്താണ്? മത്സ്യമാണ്. ഓക്കെ, അപ്പൊ എന്താ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എന്താണ് പശ്ചിമഘട്ടത്തിൽ പെരിയാർ കടുവാ സങ്കേതത്തിൽ മാത്രമാണ് ഇതിനെ കണ്ടുവരുന്നത്. എവിടെയാണ്? പെരിയാർ കടുവാ സങ്കേതം. നോട്ട് ചെയ്ത് വെച്ചോ, എവിടെയാണ്? പെരിയാർ കടുവാ സങ്കേതമാണ്. അപ്പൊ ഈ പെരിയാർ കടുവാ സങ്കേതത്തിൽ മാത്രം കണ്ടുവരുന്ന ഈ മത്സ്യം ഇപ്പം വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളെ പോലെ ഒന്നുമല്ല, പരിണാമപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു മത്സ്യമാണിത്. അതുകൊണ്ട് അതിന്റെ ജനിതകം കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് അതിനെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ സയന്റിസ്റ്റുകൾ അതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. അപ്പൊ എന്താണ് അതിന്റെ പേര്? ബ്രാഹ്മണഖണ്ഡ മത്സ്യം. എന്താണ്? ബ്രാഹ്മണഖണ്ഡ മത്സ്യം. മറ്റൊരു പേര് എന്താണ്? ലെപ്പിഡോ പൈഗോപ്സിസ് ടൈപ്പസ്. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കാം. ഇനി അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലെപ്പിഡോ പൈഗോപ്സിസ്, അതായത് ഈ പറയുന്ന ലെപ്പിഡോ പൈഗോപ്സിസ് എന്ന് പറയുന്ന ജീനസിൽ ലോകത്തെ ഒരേ ഒരു ജീവി വിഭാഗം ഇപ്പം കണ്ടെത്തിയിട്ടുള്ളൂ. അതാണ് ഈ ബ്രാഹ്മണഖണ്ഡ മത്സ്യം. ഓക്കെ, അപ്പൊ ഈ ലെപ്പിഡോ പൈഗോപ്സിസ് ജീവി വിഭാഗത്തിൽ നിന്ന് കേരളത്തിൽ കണ്ടെത്തിയ മത്സ്യം ഏത് അല്ലെങ്കിൽ കേരളത്തിൽ കണ്ടെത്തിയ ജീവി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പറയുന്ന ബ്രാഹ്മണഖണ്ഡ മത്സ്യം അല്ലെങ്കിൽ ലെപ്പിഡോ പൈഗോപ്സിസ്. പിന്നെന്താ പറഞ്ഞത്? ടൈപ്പസ്. ഓക്കെ, ലെപ്പിഡോ പൈഗോപ്സിസ് ടൈപ്പസ്. ഓക്കെ അല്ലേ? അടുത്ത ന്യൂസ് എന്താണ്? അസർബൈജാനിൽ നടക്കുന്ന COP29 കാലാവസ്ഥ ഉച്ചകോടിയുടെ പ്രസിഡന്റിനെയാണ് പറയുന്നത്. ആരാണ് പ്രസിഡന്റ്? മുക്താർ ബാബയേവ്. ആരാണ്? മുക്താർ ബാബയേവ് ആണ് COP29 കാലാവസ്ഥ ഉച്ചകോടിയുടെ പ്രസിഡന്റ്. ഈ വർഷത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അസർബൈജാനിലാണ് ഈ COP29 കാലാവസ്ഥ ഉച്ചകോടി അല്ലെങ്കിൽ നടക്കുന്നത്. എവിടെയാണ്? അസർബൈജാനിലാണ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ PSCയുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ് ഇതും. COP29 എടുത്തു പറയുന്നല്ല, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഈ COP29 കാലാവസ്ഥ ഉച്ചകോടി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. അപ്പൊ COP29 കാലാവസ്ഥ ഉച്ചകോടി എവിടെ നടന്നു? എവിടെയാണ്? അസർബൈജാനിൽ നവംബറിൽ നടക്കാൻ പോവുകയാണ്. അതിന്റെ പ്രസിഡന്റ് ആരാണ്? മുക്താർ ബാബയേവ്. ആരാണ്? മുക്താർ ബാബയേവ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണവാതക കമ്പനിയായ സോക്കറിലെ മുൻ വൈസ് പ്രസിഡന്റ് ആണ് ഈ പറയുന്ന ബാബയേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഈ വർഷത്തെ UN COP29 വേദി എവിടെയാണ്?
അസർബൈജാൻ ആണ്. ആരാണ് പ്രസിഡന്റ്? ആരാണ്? മുക്താർ ബാബയേവ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.